أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും നമ്മുടെ കഴിവിൽപ്പെട്ടിടത്തോളം സൂക്ഷിച്ചും പരിഗണിച്ചും പരിപാലിച്ചും അവൻ്റെ തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ രാവിലെ കോഴികളെ വളർത്തുന്ന ആളുകൾ കോഴിക്കൂട് തുറന്നാൽ കോഴികൾ പുറത്തേക്ക് ഓടാൻ കാണിക്കുന്ന വെമ്പല്, തിക്കിത്തിരക്കി കൂടിന് പുറത്തേക്ക് ഓടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ, ആലയിൽ നിന്ന് അഴിച്ച കാലികൾ പുല്ലുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത് പോലെ, നമ്മുടെ കൺമുമ്പിൽപ്പെട്ട ഇഴജന്തുക്കൾ നമ്മെ പേടിച്ച് മാളത്തിലേക്കും കൂട്ടിലേക്കും വലിഞ്ഞു കയറി ഓടിപ്പോകുന്നത് പോലെ റമളാൻ വളരെ സ്പീഡിലാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഒരു വീടിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും പണവും അധ്വാനവും ശ്രദ്ധയും വേണ്ടത് ഫിനിഷിംഗ് വർക്കിലാണ്. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ സർവശക്തിയുമെടുത്ത് ഓടല് ആ ഓട്ടത്തിന്റെ അവസാന മിനിറ്റുകളിലാണ്. ഗർഭിണിയായ ഒരു പെണ്ണ് ഗർഭവുമായി ബന്ധപ്പെട്ട വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രസവത്തോടടുത്ത സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ സമാപനമാണ്. എങ്കിൽ പരിശുദ്ധ റമളാന്റെ അവസാനത്തെ നിമിഷത്തിലേക്ക്, ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലോകത്ത് രണ്ട് വിഭാഗം ജനങ്ങളുണ്ടാവാൻ വേണ്ടി പോകുന്നു. ഒരു മാസക്കാലമായി നമ്മുടെ കൂടെ നിന്ന അതിഥിയായ റമളാൻ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ലിസ്റ്റാണ്. ഒന്ന് നരകത്തിൽ പോകേണ്ടവർ, മറ്റൊന്ന് സ്വർഗത്തിൽ പോകേണ്ടവർ. ഒന്ന് ഈ മാസത്തെ സ്വീകരിച്ചവർ, സൽക്കരിച്ചവർ, തൃപ്തിപ്പെടുത്തിയവർ. മറ്റൊരു വിഭാഗം ഈ മാസത്തെ അവഗണിച്ചവർ, പരിഗണിക്കാത്തവർ, വേദനിപ്പിച്ചവർ. തീർച്ചയായും രണ്ട് ലിസ്റ്റുമായി ഒരുപക്ഷെ ഞായറാഴ്ച വൈകുന്നേരം മാസം കാണുകയാണെങ്കിൽ രണ്ട് ലിസ്റ്റ് അള്ളാഹുലേക്ക് ഈ മാസം സമർപ്പിക്കും. അൽ ഖുർആനു അസ്സിയാമു വൽ ഖുർആനു യുശ്ഫആനി ലിൽ അബ്ദ്. നോമ്പും ഖുർആനും അനുകൂലമായോ പ്രതികൂലമായോ അടിമകൾക്ക് സാക്ഷി പറയും. എങ്കിൽ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ സ്വയം കണ്ടെത്തണം. സ്വർഗത്തിൽ പ്രവേശനത്തിന് തടസ്സമായി നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള തിന്മകളെ കരിച്ചു കളയാൻ റമളാൻ എന്ന പദത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള റൂട്ടിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കരിച്ചു കളയാൻ എത്രത്തോളം സാധിച്ചു? സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന ബ്ലോക്കുകളെ നമുക്ക് നീക്കാൻ സാധിച്ചുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ പള്ളിന്റെ ഉള്ളിൽ ഒരു ടെന്റ് കെട്ടുകയാണ്. പള്ളിന്റെ ഉള്ളിൽ പിന്നെ ഇതിനാ ടെന്റ്? ഒന്നും കൂടെ അള്ളയും റസൂലും ഒറ്റക്കാവുക. അതാണ് ഇഴ്തികാഫ്. പള്ളിന്റെ ഉള്ളിൽ ഒരു തുണി കൊണ്ട് മറച്ചു കെട്ടി അതിന്റെ ഉള്ളിലാണ് അള്ളാഹുവിന്റെ റസൂൽ 10 ദിവസം ഇഴ്തികാഫ് ഇരുന്നത്. അവിടുന്നാണ് വളരെ അത്യാവശ്യം വരുമ്പം മുടി ചീകാൻ വേണ്ടി തല ആയിഷ റളിയല്ലാഹു നീട്ടിക്കൊടുത്തത്. എന്തിനാണെന്നറിയോ? ഒറ്റക്ക് ഇരുന്നിട്ട് മരണം മുതൽ സ്വർഗപ്രവേശനം വരെ കടന്നു പോകേണ്ട കടമ്പകളിൽ എന്റെ ചെയ്തികളെ കൊണ്ടുണ്ടായിട്ടുള്ള തിന്മകളെ കരിച്ചു കളയാൻ, താൻ മാത്രം നേരിടേണ്ട 10ഓളം പ്രതിസന്ധികളെ പറ്റി അള്ളാഹിനോട് ആവലാതി പറയാൻ,
ആ പ്രതിസന്ധി ഘട്ടത്തിൽ റബ്ബേ എന്നെ കൈവടിയരുത് എന്ന് കരളൊഴുകി പ്രാർത്ഥിക്കുവാൻ 10 ദിവസമാണ് ആ ടെന്റിന്റെ ഉള്ളിൽ ചൂട് കൊണ്ട് നമ്മുടെ നേതാവ് ഇരുന്നത്. പരിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ ഏക പെണ്ണിന്റെ പേര് മറിയം എന്നാണ് റളിയല്ലാഹു അൻഹ. വേറെ ഒരു പെണ്ണിന്റെ പേരും ഖുർആൻ പറഞ്ഞിട്ടില്ല. മറിയം ബീവിയെ അള്ളാഹു സ്നേഹിക്കാനുള്ള കാരണം എന്താ? ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. ഒരു പ്രായത്തിയപ്പോ അള്ളാനെ ആരാധിക്കാൻ അവർ ഒരു ടെന്റ് കെട്ടി. അവിടെ അവരും അള്ളാഹുവും ഒറ്റക്കായി. അവിടേക്കാണ് ജിബിൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്താന സൗഭാഗ്യവുമായി സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ആരംഭിക്കുന്നത് ചില കേവല അക്ഷരങ്ങളിലൂടെയാണ്. ഖാഫ്, നൂൻ, സ്വാദ്, അലിഫ്, ലാം, മീം ഇതൊക്കെ നമുക്കറിയാം. ആ ഹർഫുകൾക്ക് പറയുന്ന പേര് മുഖത്തഅത്തിന്റെ ഹർഫ് എന്നാണ്, ഹുറൂഫുൽ മുഖത്തഅ. ഒരൊറ്റ സൂറത്തല്ലാത്ത ഈ അക്ഷരം വെച്ച് തുടങ്ങുന്ന എല്ലാ സൂറത്തിലും ആ അക്ഷരം കഴിഞ്ഞിട്ട് അള്ളാഹു പരാമർശിക്കുന്നത് ഖുർആനെ പറ്റിയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. സ്വാദ് വൽ ഖുർആനി ദിക്ർ ഖുർആനെ പറ്റിയാണ്. ഒരു സൂറത്തിൽ മാത്രം ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞു. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. സൂറത്ത് മറിയം. എന്താ കാര്യം? സക്കരിയ നബിനെ അത്ര എടുത്തു പറയാൻ കാര്യം ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. രഹസ്യമായി അള്ളാനോട് മനസ്സ് തുറന്ന ആ പ്രവാചകനെ അള്ളാഹ് പ്രത്യേകം ഒരു സൂറത്തിൽ പരാമർശിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു. ആ ഇരുട്ടറക്കുള്ളിൽ യൂനുസ് നബിയും അള്ളാഹും ഒറ്റക്കായപ്പോ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ജീവിതം തിരിച്ചു നൽകി. എന്താ കാരണം? അള്ളാഹുയും യൂനുസ് നബി ഒറ്റക്കായി. ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ആവർത്തിക്കുന്നു നിങ്ങൾ പറയരുത്. ഒറ്റക്കിരുന്നിട്ട് മരണം മുതൽ സ്വർഗപ്രവേശനം വരെ കടന്നു പോകേണ്ട കടമ്പകളെ പറ്റി, ആ കടമ്പയിലെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു വെച്ച ഇബാദത്തിലൂടെ എനിക്ക് അള്ളാന്റെ അടുക്കൽ കിട്ടിയ ഘനത്തെ പറ്റി ആലോചിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാതെ മുസ്ലിമായ ഒരാളുണ്ട്. ഒരു മുസ്ലിമാണ് ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് ഷഹാദത്ത് കലിമ ചൊല്ലണം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു സ്വഹാബി മുസ്ലിം ആയത് അത് ചൊല്ലാതെയാ, ചൊല്ലേണ്ടി വന്നില്ല. അതൊരു ചരിത്രമാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആ സ്വഹാബിയുടെ പേര് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വളരെ വലിയ പ്രവാചകന്റെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് സമ്മതം ചോദിക്കാതെ കടക്കാൻ അവകാശമുള്ള 2.5 ലക്ഷം സ്വഹാബികൾ ഒറ്റ മനുഷ്യനാണ്. പ്രവാചകന്റെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് സമ്മതം ചോദിക്കാതെ കടന്നു വരാൻ അധികാരമുള്ള ഏക വ്യക്തി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അള്ളാഹു ഇറക്കിയ ഖുർആൻ അതിന്റെ തനതായ ശൈലിയിൽ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ മനുഷ്യന്റെ ഓത്ത് കേൾക്കണമെന്ന് പ്രവാചകൻ സർട്ടിഫൈ ചെയ്ത മനുഷ്യനാണ്. അള്ളാഹു ഇറക്കിയ ഖുർആൻ അതേ ശൈലിയിൽ ഓതണം എന്ന് ആഗ്രഹമുണ്ടോ? അദ്ദേഹം ഓതുന്ന പോലെ ഓതണം. കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേൾക്കണം എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? പ്രായത്തിനനുസരിച്ചുള്ള ഉയരല്ല. നമ്മുടെ കൂട്ടത്തിന്റെ ചെറിയ ആളുകൾ പ്രായം ഉണ്ടാവും, വലിപ്പം ഉണ്ടാവില്ല. ചെറിയ വണ്ണല്ലാത്ത കയ്യും കാലും. അദ്ദേഹം ഒരിക്കലും അറാക്ക് മരത്തുമേൽ കയറി. അറാക്ക് അറിയാലോ, പല്ലേക്കാൻ ഉപയോഗിക്കണതാണ്. വേറെ ഒരു പണിക്കും ആ മരം പറ്റൂല, അത്രയും ഉറപ്പ് കുറഞ്ഞ മരമാണ്. അദ്ദേഹം ഒരു കഷ്ണം അറാക്ക് പൊട്ടിക്കാൻ വേണ്ടി മരത്തുമ്മ കയറിയപ്പോ കാറ്റടിച്ചപ്പോ കൊമ്പുമ്മ കിടന്നിങ്ങനെ ആടി. എന്നിട്ട് കൊമ്പ് പൊട്ടില്ല, കാരണം അദ്ദേഹത്തിന് അത്രേ വെയിറ്റ് ഉള്ളൂ. അപ്പൊ തുണി ഇങ്ങനെ നീങ്ങിയപ്പോ മണ്ണല്ലാത്ത കയ്യും കാലും തൊടയും ഒക്കെ സ്വഹാബികൾ കണ്ടപ്പോ കൗതുകം കൊണ്ട് ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താ ചിരിച്ചത്? ഞങ്ങൾ ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ തൊട ഉണ്ടങ്ങൾ ഇത്ര ഈ കൈ വിരല് വണ്ണുള്ളൂ, അത് കണ്ടപ്പോ കൗതുകം കൊണ്ട് ചിരിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്കറിയോ നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ, നാളെ റബ്ബ് നന്മ തൂക്കുന്ന മീസാൻ എന്ന ത്രാസിൽ ഇബ്നു മസ്ഊദിന്റെ കൈകാലുകൾക്ക് ഉഹുദ് മലയേക്കാൾ ഘനമുണ്ടാവും. ചോദിക്കട്ടെ സഹോദരങ്ങളെ, അപ്പൊ ഘനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ഇബാദത്ത് കൊണ്ടും നമ്മൾ നേടേണ്ട ഒരു ഘനമുണ്ട്. അത് എത്രത്തോളം ഈ 26 ദിവസത്തിനിടക്ക് നേടാൻ സാധിച്ചു എന്ന് ഓരോരുത്തരും ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ പേരുകളുണ്ട്.
ആ പേരുകളൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ട ചില ഗുണങ്ങളായിരുന്നു. ഷഹ്റുൽ ഖുർആൻ, എത്ര പ്രാവശ്യം ഓതി ഖുർആൻ? പരിശുദ്ധ ഖുർആൻ എത്ര പ്രാവശ്യം നമുക്ക് ഓതി തീർക്കാൻ സാധിച്ചു? 1. 2, എത്ര ആയത്ത് പഠിക്കാൻ സാധിച്ചു? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വചനം അർത്ഥം പഠിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മാറ്റുരച്ചു നോക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. ഉമർ റളിയല്ലാഹു 20 ദിവസം ആരോഗ്യമായി കിടന്നത് ഞാൻ പറഞ്ഞല്ലോ. പ്രവാചകന്റെ സദസ്സിൽ ഒരാൾ വരികയാണ്, എന്നിട്ട് പറയാണ്, എനിക്ക് 2 അടിമകളുണ്ട് റസൂലെ. ആ 2 അടിമകളും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന പണിയാ അവർക്ക്. എന്താണ്? ഞാൻ പറഞ്ഞ പണി ഒന്നും കൊടുക്കൂല, എടുത്താലോ ഞാൻ പറഞ്ഞ കോലത്തിലാവൂല, വൈകുന്നേരം എന്നും കച്ചറ, ഞാൻ നല്ലോണം അടിക്കും. ഇപ്പൊ എനിക്കൊരു പേടി, അടിമനടിച്ചാ പരലോകത്തല്ല സൂക്ഷിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് നീ അടിച്ച അടിയും ആ അടിക്ക് കാരണമായി നിന്റെ അടിമകൾ ചെയ്ത തെറ്റും മീസാന്റെ 2 ത്രാസിൽ അള്ളാഹു വെക്കും. ഈ അടിമകൾ എന്ന സ്ഥാനത്ത് ഭാര്യനെ വെക്ക്, മക്കളെ വെക്ക്. മക്കളെ തല്ലല്ലോ നമ്മള്, അല്ലേ? ഞാനും നിങ്ങളും മക്കളെ തച്ചീണോ? ആ തല്ലൽ ഒരു ത്രാസിൽ വെക്കും. ആ തല്ലിന് കാരണമായ മക്കളോ ഭാര്യയോ ചെയ്ത തെറ്റ് മറ്റേ ത്രാസിൽ വെക്കും. തെറ്റിനേക്കാൾ കൂടുതലാണ് തല്ലെങ്കിൽ ബാക്കി അടിങ്ങൾക്ക് കിട്ടും. തെറ്റിന്റെ അത്ര കൊടുത്തില്ലെങ്കിലോ ബാക്കിയുള്ളതിൽ കൂലി കിട്ടും. മക്കളെ തല്ലുന്നത് എന്തുകൊണ്ടാ? അനുസരണക്കേട് കാണിച്ചിട്ടാണ്. അനുസരണക്കേട് എങ്ങനെ ഉണ്ടായി? നമ്മളെ ജീവിതം കൊണ്ടാ. എങ്കിൽ അടി ആർക്കാ കിട്ടേണ്ടത്? ഇത് കേട്ടപ്പോ അയാൾ കരയാൻ തുടങ്ങി. അപ്പൊ റസൂൽ ഓതിക്കൊടുത്ത ഒരായത്തുണ്ട്, അമാ തല. നീ ഖുർആൻ വായിച്ചു നോക്കിയിട്ടില്ലേ? സൂറത്ത് അംബിയാ വായിച്ചു നോക്കിയിട്ടില്ലേ? വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. നിങ്ങൾ ജോലിക്കാരുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവുള്ളവരാണെങ്കിൽ, മക്കളുള്ളവരാണെങ്കിൽ, തൊഴിലാളികളുള്ളവരാണെങ്കിൽ അവരോട് പെരുമാറുന്ന പെരുമാറ്റത്തെ, ആ പെരുമാറ്റത്തിന്റെ ദൂഷ്യത്തെ തൂക്കിക്കണക്കാക്കുമല്ലോ. ആരും വെറുതെ വിടൂല. ഭാര്യയാണ്, എനിക്ക് എന്തും പറയാം, അങ്ങനെ ഭർത്താക്കന്മാർ വിചാരിക്കണ്ട. നിങ്ങൾ അവരെ പറ്റി പറഞ്ഞ ഓരോ വാക്കും പരലോകത്ത് അല്ലാഹു ത്രാസിൽ തൂക്കും. അത് പറയാൻ കാരണമായ പ്രവർത്തനം മറ്റേ ത്രാസിൽ വെക്കും. സഹോദരങ്ങളെ, നമ്മൾ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടും. എന്താ നടക്കാൻ പോണത്? അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാൻ ആ 2 അടിമകളെയും അള്ളാഹുവിന്റെ റസൂലെ മോചിപ്പിച്ചിരിക്കുന്നു, എനിക്ക് ഞാൻ അടിമന്നെ വേണ്ട. ഇങ്ങനെ ഒരായത്തിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് മാറ്റുരക്കാൻ ഈ റമളാൻ 26 ദിവസത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബന്റെ പരിസരത്ത് വെച്ച് ഉറക്കെ ഓതിയ ആദ്യത്തെ സൂറത്ത്. കഅബന്റെ പരിസരത്ത് വെച്ച് നമ്മുടെ നേതാവ് ഉറക്കെ ഓതിയ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൻ നജ്മ്. ആ നജ്മിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞാൽ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ. നിങ്ങൾക്ക് ഈ ആയത്ത് കേട്ടിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഉള്ളുന്ന് വരുന്നില്ലേ? എന്ത് പറ്റിപ്പോയി? വഅൻതും സാമിദൂൻ. ഇത്ര ഉത്തരവാദിത്തമില്ലാത്തൊരു സമൂഹമായി നിങ്ങൾ മാറിപ്പോയല്ലോ. മദീന അങ്ങാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട സ്ഥലം. ഒരു നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഏതാ? അയ്യുൽ ബിലാദി അബ്ഗദു ഇലല്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള സ്ഥലം അങ്ങാടി. നന്നാക്കിയാൽ നന്നാവൂല, എല്ലാ വൃത്തികേടും ഉണ്ടാവും, അല്ലേ? ആ വൃത്തികെട്ട അങ്ങാടി ശുദ്ധീകരിച്ചത് 6 ആയത്തുകളായിരുന്നില്ലേ? 6 ആയത്തല്ലേ മദീനത്തെ അങ്ങാടിയെ ശുദ്ധീകരിച്ചത്? എന്താ കാര്യം? പരലോകമാണ്. അങ്ങാടി ശുദ്ധീകരിക്കപ്പെട്ടു, വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെട്ടു, കുടുംബം ശുദ്ധീകരിക്കപ്പെട്ടു. ചോദിക്കട്ടെ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സന്തോഷത്തിലാണല്ലോ നോമ്പ് വെച്ചത്. അതെ, ഒരായത്ത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇമാമ് എത്ര ആയത്തിലൂടെ നമ്മളെ കൊണ്ടുപോയത്? തറാവി നമസ്കരിക്കുമ്പോ ഇമാമത്ത് നിൽക്കുന്ന ഇമാമ് ഏതൊക്കെ ആയത്തിലൂടെ കൊണ്ടുപോയി? ഏതെങ്കിലും ഒരു ആയത്തെത്തിയപ്പോ നരകത്തിന് കാവലിനെ തേടിയോ? സ്വർഗം ചോദിച്ചോ? വിചാരണ എളുപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? റഹ്മത്ത് പറഞ്ഞപ്പോ റഹ്മത്ത് ചോദിച്ചോ? ഇല്ല. നമ്മളെങ്ങനെ ഇയാളെപ്പോഴാ റുക്കൂയിൽ പോവാന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ. അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്. കച്ചവടക്കാരൻ പറഞ്ഞാൽ പീടി തുറന്നിരിക്കുന്ന കച്ചവടക്കാരനല്ല, ഇമ്പോർട്ട് എക്സ്പോർട്ടാണ്. അപ്പൊ ദീർഘമായ യാത്രകൾ ഉണ്ടാവും, ബിസിനസ് യാത്ര. അങ്ങനെ 6 മാസത്തെ യാത്ര കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി.
ഭർത്താവ് വന്ന സന്തോഷം ഭാര്യക്ക്, ബാപ്പ വന്ന സന്തോഷം മക്കൾക്ക്. ഭർത്താവ് കുളിക്കാൻ കയറി, ഭാര്യ ജ്യൂസ് ഉണ്ടാക്കി. കുളിച്ച് ഡ്രസ്സ് മാറി മുറ്റത്ത് കസേലയിരിക്കാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഉഹദിന്റെ രണാങ്കണത്തിൽ 13 പുരുഷന്മാരല്ലാത്ത മുഴുവൻ പുരുഷന്മാരും പ്രവാചകനോട് ഓടിപ്പോയപ്പോ ആ ഓടിപ്പോയ ഭീരുക്കളായ സ്വഹാബികളെ തിരിച്ചു വിളിച്ച് ധൈര്യം പകർന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ രണ്ടാമത് വിജയം വാങ്ങിച്ചു കൊടുത്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഭാര്യ ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്നപ്പോ അങ്ങനെ കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മോനോ ഭർത്താവോ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്ന ദിവസം അങ്ങനെ കരഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സംശയം ഉണ്ടാവും? ജോലി നഷ്ടപ്പെട്ടോ, കച്ചവടം നഷ്ടപ്പെട്ടോ, രോഗമുണ്ടോ ഒക്കെ തോന്നാലോ. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞത് സൂറത്ത് മറിയമിലെ 74-ാമത്തെ ആയത്തോർത്ത് കരഞ്ഞതാണ്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു കരച്ചിൽ ആയുസിനൊക്കെ നമുക്ക് ഉണ്ടായില്ല. കരച്ചിൽ പലപ്പോഴും ഉണ്ടായില്ല. ഏതാണ് ആയത്ത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. സൂറത്ത് മറിയം ആയത്ത് നമ്പർ 74. ആർക്കെങ്കിലും സന്മനസ് ഉണ്ടെങ്കിൽ നമസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി പരിശോധിച്ചോളി. ജഹന്നം എന്ന നരകത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ള പാലത്തെ പറ്റിയ സംസാരം. സ്വർഗത്തിൽ ഒറ്റ വഴിയുള്ളൂ, വേറെ കുറുക്ക് വഴിയില്ല, റിസർവേഷൻ ഇല്ല, നടന്നു തന്നെ പോണം. അതിന്റെ അടിയിൽ ജഹന്നമാണ്. മലക്കുകൾ കൊളുത്തുപിടിച്ച് നിൽക്കുക, നരകത്തിന് ബന്ധപ്പെട്ട് വലിച്ച് താഴെയിടാൻ. മരണത്തെപ്പറ്റി നിരന്തരം സ്വഹാബികൾ ഓർമ്മപ്പെടുത്തി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ, ഞാൻ അയിമക്ക് കാല് വെച്ച് നടന്ന് അതിന്റെ അക്കരെ പറ്റുമോ, അതല്ല അതിന്റെ ഇടയ്ക്കിന്നെ മലക്കുകൾ വിളിച്ച് താഴേക്കിടോ എന്നോർത്ത് കരയുന്നു. ഒരു ബിസിനസ്സുകാരന് എത്രയൊക്കെ ടെൻഷൻ ഉണ്ടാവും സഹോദരന്മാരെ, എന്തൊക്കെ ആലോചിക്കാണ്ടാവും. അതിന്റെ ആ ആലോചനയെല്ലാം കവച്ചു വെക്കുന്ന രൂപത്തിൽ സൂറത്ത് മറിയമിൽ 74-ാമത്തെ ആയത്ത് ഒരു ബിസിനസ്സുകാരന്റെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കിയിട്ടെങ്കിൽ ചോദിക്കട്ടെ എന്നോട് നിങ്ങളോട് ഞാൻ, ഏത് ആയത്താണ് റമദാൻ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളത്? പരിശോധിക്കേണ്ടതാണ്. ഷഹ്റു തൗബ, തൗബന്റെ മസ്ദ തൗബ. താപ എന്ന് പറഞ്ഞാൽ എന്തറിയോ? മടങ്ങിപ്പോവാണ്. അതിന്റെ വഴി തെറ്റി വന്നതാ. എനിക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകേണ്ടത് കോഴിക്കോടേക്കാ. ഞാൻ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർക്കുള്ള ബസ് കയറി കുത്തിരുന്നു. നോമ്പ് നോറ്റല്ല, ഉറങ്ങിപ്പോയി. എടക്കാടെത്തിയപ്പോ കണ്ടക്ടർ വിളിച്ചു, എവിടേക്കാണ്? കോഴിക്കോട്. കോഴിക്കോടോ? ആ, എന്താ ഏത് ബസ്സൊക്കെ കയറിയത്? ഏത് ബസ്സിലാ? ഓ, ഇത് കണ്ണൂർക്കുള്ള ബസ്സാ. ശരി, എവിടെത്താ മനസ്സിലായത്? എടക്കാടെത്തിയപ്പോ എന്ത് ചെയ്യണം? ഏതായാലും എടക്കാടെങ്കിൽ എടക്കാട്, കണ്ണൂർ പോട്ടെ എന്നറിയില്ല. അല്ല, ഞാൻ എടക്കാട് ഇറങ്ങി. പൈസ നഷ്ടം, സമയം നഷ്ടം, അഭിമാനം നഷ്ടപ്പെട്ടു അല്ലെ? ഈ നഷ്ടം സഹിച്ച് തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ആ നിമിഷം ആ തെറ്റിൽ നിന്ന് ഇറങ്ങി ശരിയിലേക്ക് നടന്നു പോകുന്നതിന്റെ പേരാ തൗബ. എത്ര തെറ്റിന്ന് മടങ്ങി പോകാൻ സാധിച്ചിട്ടുണ്ട്? പകലിൽ ചെയ്യാത്ത തെറ്റ് രാത്രി ചെയ്തിട്ടില്ലേ? പകല് മൊബൈൽ നിയന്ത്രിച്ചു, നോമ്പ് തുറന്നപ്പോഴോ പകരം വീട്ടി. എന്തേപ്പുണ്ടായത്? അതാണ് തൗബ. ഷഹ്റു തൗബ. തൗബ ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താ സഹോദരന്മാരെ? നമ്മുടെ മുഴുവൻ പാപങ്ങളും പൊറുത്ത് നന്മയാക്കി പരിവർത്തിപ്പിക്കും. എന്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ചോദിക്കട്ടെ, 41 കൊല്ലക്കാലം 41 കൊല്ലക്കാലം എന്റെ കണ്ണുകൊണ്ട് കണ്ട, ചെവി കൊണ്ട് കേട്ട, നാവ് കൊണ്ട് സംസാരിച്ച, മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എന്റെ സമീപനം, എന്റെ കാഴ്ചപ്പാട്, എന്റെ ഇബാദത്ത്, എന്റെ പെരുമാറ്റം, എന്റെ സാമ്പത്തിക രംഗം, കുടുംബജീവിതം, അവിടൊക്കെ സംഭവിച്ച പാപങ്ങൾ എടുത്ത് പറഞ്ഞ് 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 കണ്ണുനീര് കൊണ്ട് കഴുകി അതിനെ നന്മയാക്കി പരിവർത്തിപ്പിക്കാൻ ഈ 26 ദിവസത്തിൽ സാധിച്ചോ? പെരുന്നാളെപ്പോഴാന്നാ ചോദ്യം. പെരുന്നാളെപ്പോഴാന്ന് ഇപ്പൊ സംശയമുള്ളൂ. എല്ലാം ഒരു ദിവസം ആവോ, അതല്ല 3 ദിവസം ആവോ? എന്താ അപകടം? പെരുന്നാളാവലല്ലോ പ്രശ്നം. പെരുന്നാളാവാൻ എന്താ അറിയോ? ഒന്നുകിൽ ഞാൻ നരകത്തിലാവുക, അല്ല ഞാൻ സ്വർഗത്തിലാവുക. അതിനെപ്പറ്റി ചിന്തിച്ചിനോ? പെരുന്നാളിന്റെ പിറ കാണുന്നതിന് മുമ്പ് നമ്മുടെ പേര് പരലോകത്തിൽ ലിസ്റ്റിൽ വരും. അതിനെപ്പറ്റി ചിന്തിക്കും സഹോദരന്മാരെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നാണ് ഇങ്ങനെ എണ്ണുന്ന മനുഷ്യന്മാരോടെ. ഹസൻ ബസരി പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളെ പാപണ്ണ് സുബ്ഹാനല്ലാഹ് അല്ല എണ്ണിക്കോളുന്ന, അതെണ്ണ ഞങ്ങളെ ഏർപ്പാടാക്കിയിട്ടില്ല, അത് മൂപ്പർ എണ്ണിക്കോളും. മലക്കേണ്ട് ഇവിടെ നിങ്ങളെ പാപണ്ണ് എണ്ണിയോ? ഒരു ദിവസം ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ കൈ ഉയർത്തി നെഞ്ചു പടച്ച് കണ്ണ് നിറഞ്ഞ് തന്റെ ഭാര്യനോട് മാപ്പ് വെച്ചോ?
ഭാര്യനോട് മോശമായി പെരുമാറിയില്ലേ? ചോദിച്ചു റമദാനിൽ മോളെ ഞാൻ വിവരമില്ലാത്തതാണ്, എനിക്കറിയാലോ, എന്റെ ആ എടുത്തുചാട്ടം കൊണ്ട് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട്, മാപ്പാക്കണമെന്ന് നമ്മോടോടെ കിടക്ക പങ്കിട്ട് 40-45 കൊല്ലം ജീവിച്ച ഭാര്യനോട് ചോദിച്ചോ സഹോദരന്മാരെ? ചോദിക്കൂല. എന്താ കാര്യം? ഈഗോ. അത് ചോദിച്ചാ എന്താടോ ചോദിച്ചാ പിന്നോട് തലേ കയറും. അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ, ഞാൻ പണ്ടേ പറഞ്ഞല്ലേ, അത് കേക്കണ്ട, അതുകൊണ്ട് മുണ്ടണ്ട, പൂർത്തിലും തിരക്കില്ല. ഇതാണോ തൗബ? ഷഹ്റു തൗബ, ഷഹ്റുൽ ഖുർആൻ. ഞാൻ പറഞ്ഞല്ലോ, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പര സഹായത്തിന്റെ മാസം. എന്താ കൊടുത്തത്? ഫിത്ർ സക്കാത്ത് കൊടുത്തോ? പോട്ടെ, ഒക്കെ പോട്ടെ. അവനവന്റെ നോമ്പിൽ വന്ന ന്യൂനത പരിഹരിക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞ ഫിത്ർ സക്കാത്ത് അത് ഇപ്പോഴും കൊടുക്കാത്തല്ലേ? ഉറപ്പല്ല കൊടുക്കണമെന്ന്. ചില സംഘടനകളൊക്കെ അത് വാങ്ങിട്ടേ UP-യിൽ എത്തിച്ച് നിങ്ങൾക്കറിയോ? നമ്മളെ പൈസ പോക്കറ്റ് കിടക്കുകയാണ്. എന്താ കാരണം? കൊടുത്താ പോയി. ഷഹ്റുൽ മുവാസാത്ത്. എത്ര റുപ്യ എന്റെ അക്കൗണ്ടിലേക്ക് ആക്കാൻ സാധിച്ചു? ഏതാ എന്റെ അക്കൗണ്ട്? ഞാൻ മരിച്ചാൽ എന്റേതല്ലാതെയാകുന്ന ആദ്യത്തെ വസ്തു സമ്പത്താണ്, സമ്പത്താണ്, സമ്പത്താണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല, എത്ര എനിക്കും മനസ്സിലാവൂല, എന്നൊക്കെ മനസ്സിലാവൂല. കൊടുത്താ പോയി കൊണ്ട് മുറുക്കിങ്ങനെ വിളിക്കുക. മരിച്ചാൽ ആരാ കൊണ്ടുപോകുക? ആരാ കൊണ്ടുപോകുക സഹോദരന്മാരെ? നമ്മളെ മക്കള്. എങ്ങനത്തെ മക്കൾ എന്നറിയോ? ഇന്ന് ഞാൻ കേട്ട സോഷ്യൽ മീഡിയ കേട്ടാ അറിയോ? SSLC പരീക്ഷയോ, പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷ എഴുതാൻ അവസാന ദിവസം വന്ന 3 മുസ്ലിം കുട്ടികളും മദ്യമായിട്ടാ വന്നത്. അറിയോ? പരീക്ഷ എഴുതാൻ വന്നതാ. ലാസ്റ്റ് ദിവസം പരീക്ഷ ആഘോഷിക്കാൻ കീശയിൽ മദ്യയുമായി വന്നത് മുസ്ലിം കുട്ടികളാ. ആരാ പൈസ കൊടുത്തത്? ആരാ പൈസ ഇട്ടത്? അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്ത വാപ്പന്റെ പേരെന്താ? ആലോചിക്കുക, ആ വാപ്പക്ക് ആ പൈസ കൊണ്ട് എന്താ ഉപകാരം? ഇതല്ലേ മക്കൾ ചെയ്യാൻ പോണത്? അവർക്കല്ലേ കെട്ടിപ്പൂട്ടി വെക്കുന്ന സഹോദരന്മാരെ. ഷഹ്റുൽ മുവാസാത്ത് ഉപയോഗപ്പെടുത്തിയോ ഇല്ലേ പരിശോധിക്കേണ്ടതാണ്. മനസ്സിലായോ? പരിശുദ്ധ ഖുർആൻ അവസാനമായി നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ അമലിന്റെ സ്വീകാര്യതയെ പറ്റി ശരിക്ക് ചിന്തിക്കണം. അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു മദീനയിലെ വളരെ അറിയപ്പെട്ട എംബ്രോയിഡറി വർക്കറാണ്. സാധാരണ ടൈലർ അല്ല, എംബ്രോയിഡറി വർക്കറാണ്. ഒരു രാജാവ്, ഒരു പ്രഭു, വലിയ പൈസക്കാരനെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ തൂക്കാൻ വേണ്ടി കമനീയമായൊരു വിരിപ്പും അതിൽ ചിത്രപ്പണികൾ ഉണ്ടാക്കാൻ അത്താഉസ്സലമിക്ക് പൈസ കൊടുത്തു. അദ്ദേഹം യമനിൽ പോയി മുന്തിയ തരം നൂല് കൊണ്ടുവന്നു, വീട്ടിൽ നിന്ന് താമസമാക്കി മാറ്റി പള്ളിയിലാക്കി. കുട്ടികളും മക്കളും വന്നാല് ഇത് ശ്രദ്ധ പോവും, ഇതിന്റെ കോർമ നഷ്ടപ്പെടും. പള്ളിയിൽ താമസിച്ചു 3 മാസം കൊണ്ട് ഒരു കാർപ്പറ്റ് ഉണ്ടാക്കി. അതിൽ മുന്തിരി, ആപ്പിള്, പല പഴങ്ങളുടെയും ചിത്രം. ആ ചിത്രം കണ്ട് അങ്ങാടി കൊണ്ട് നീക്കി വെച്ചപ്പോഴേ പക്ഷികൾ വന്ന് കൊത്തിന്ന് അത് മുന്തിരിയാണെന്ന് വിചാരിച്ചിട്ട് അത്ര തനിമയുള്ള ചിത്രം. ഏൽപ്പിച്ച ആള് വന്നു നോക്കി, അങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ആ കാർപ്പറ്റ് ശരിക്കും നോക്കിയിട്ട് അതിൽ സംഭവിച്ച 20 ന്യൂനതകൾ അത്താഉസ്സലമിയോട് അദ്ദേഹം പറഞ്ഞു. അത്താഉസ്സലമി കരഞ്ഞുപോയി. 40 കൊല്ലായി പടച്ചോനെ ഞാൻ ഈ പണിയെടുക്കുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് 3 മാസം പള്ളിയിൽ തന്നെ കുത്തിരുന്ന് ഞാനുണ്ടാക്കിയ ഒരു വിരിപ്പ്, ഒരു കാർപ്പറ്റ്, അത് ആരാണോ ഉണ്ടാക്കാൻ പറഞ്ഞത് അയാൾ വന്ന് 5 മിനിറ്റോട് നോക്കിയപ്പോഴത്തിന് 20 കുറ്റങ്ങൾ കണ്ടുപിടിച്ചു. അല്ലേ? അതെ. നമ്മളെ നമസ്കാരം അല്ലാഹു പരിശോധിച്ചാലോ? നമ്മളെ നോമ്പ് അല്ലാഹു പരിശോധിച്ചാലോ? നമ്മളെ ഖുർആൻ പാരായണം അല്ലാഹു പരിശോധിച്ചാലോ? എന്തായിരിക്കും അവസ്ഥ എന്നോർത്തുകൊണ്ട് അത്താഉസ്സലമി കരഞ്ഞെങ്കിൽ സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു പറഞ്ഞു, വല്ലദീന യൂതൂന മാ അതൗ, അള്ളാഹു നൽകിയ സമ്പത്തവർ അള്ളാന്റെ മാർഗ്ഗത്തിൽ ധാരാളമായി ചെലവഴിക്കും. പക്ഷേ വഖുലൂബുഹും വജില, എത്ര സദഖ കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിലും ശരി മനസ്സിൽ ഭയങ്കര പേടിയാണ്. അപ്പൊ ഈ ആയത്ത് അള്ളാന്റെ മാർഗത്തിൽ പൈസ കൊടുക്കണോര് പിന്നെന്തിനാ പേടിക്കണ്? ആയിഷ റളിയല്ലാഹു ചോദിച്ചു, റസൂലെ അവര് കളവ് നടത്തിയവരാണോ, വ്യഭിചരിച്ചവരാണോ, കള്ളു കുടിച്ചവരാണോ? ആ പാപം ഓർത്തിട്ടാണോ സദഖ ചെയ്യുമ്പോഴും ഓല മനസ്സിന് പേടിയുണ്ടായത്? അല്ല, സിദ്ദീഖിന്റെ മകളെ അല്ല. പിന്നെ അവർ ചെയ്യുന്ന നമസ്കാരം, അവർ ചെയ്യുന്ന സദഖ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന ഭയം കൊണ്ട് അവരെ മനസ്സ് പെടയുമായിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബികൾ നോമ്പ് കഴിഞ്ഞ് 5 മാസക്കാലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാൻ. ഒരു മനുഷ്യൻ അള്ളാഹു സ്നേഹിക്കാൻ എന്താ അറിയോ? അയാൾക്ക് വലിയ അമല് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുകയാണ്. അങ്ങനെ കിട്ടിയ ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ തിരിഞ്ഞു നമസ്കരിക്കുന്ന,
ലക്ഷക്കണക്കിന് വിശ്വാസികൾ തവാഫ് ചെയ്യുന്ന കഅബാലയം പുനർനിർമ്മാണം നടത്താൻ അള്ളാഹു സെലക്ട് ചെയ്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു. ചെന്ന് നോക്കുമ്പോ ഒരടയാളും ബാക്കിയില്ല, എവിടെയൊന്നും തറ എന്ന് പോലും മനസ്സിലാകില്ല. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചിട്ട് കുറ്റി അടിച്ച് കയറ് കെട്ടി കൊടുത്തതാ, ഇവിടെ ഇത് പണ്ടത്തെ തറ, ഇനി ഉണ്ടായിക്കോളി. ആദ്യം വെക്കാനുള്ള കല്ല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടു കൊടുത്തു, അതാണ് ഹജറുൽ അസ്വദ്. പടുത്തു തുടങ്ങി, കഅബ പൂർത്തിയായി. അള്ളാഹ് പറഞ്ഞ സ്ഥലത്ത് അള്ളാന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ മേൽനോട്ട് നടത്തിയ ഈ കർമ്മം പിന്നെ അള്ളാഹുവെ സ്വീകരിക്കണമെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല എന്നാണ് നമ്മളെ മനസ്സ് പറയണത്. പക്ഷേ ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന കേട്ടില്ല, റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി മാത്രമല്ല പ്രാർത്ഥിച്ചത്, 12 വയസ്സായ ആ കൊച്ചു കുട്ടി ആ കൊച്ചു കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രായപൂർത്തിയായ വാപ്പ പ്രാർത്ഥിച്ച നമുക്ക് മനസ്സിലാക്കാം. ഈ 12 വയസ്സായ കുട്ടി എന്തിനാ പ്രാർത്ഥിച്ചത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണേ. അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ഉള്ളിൽ ഒതുക്കി വച്ചിട്ടുള്ള മുത്താണ് ലൈലത്തുൽ ഖദർ. അത് ആവാൻ സാധ്യതയുള്ള ഒന്നിലധികം രാവുകൾ കഴിഞ്ഞുപോയി, ഇനി ഒരു രാത്രി കൂടി വരാനുണ്ട്. എന്താണ് ആ രാവിന്റെ പ്രത്യേകത എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രം അല്ലാഹു ഒരു സൂറത്ത് ചെലവാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത്, അതാണ് സൂറത്തുൽ ഖദർ. നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, അത് പറയാൻ വേണ്ടി മാത്രം അല്ലാഹു ഒരു സൂറത്ത് ചെലവഴിച്ചു. തനസ്സലുൽ മലായികത്തു, മലക്കളിറങ്ങും. എത്ര ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ, ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ അതിനേക്കാൾ കൂടുതൽ മലക്കൾ ഭൂമിയിലേക്ക് വരുന്ന രാത്രിയുടെ പേരാണ് ലൈലത്തുൽ ഖദർ. 3, ഹത്താമത്തുൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്താമത്തുൽ ഫജ്ർ, സൂര്യ ഉദയം വരെ സമാധാനത്തിന്റെ രാത്രിയാണത്. അതിനേക്കാൾ പ്രധാനം 83 കൊല്ലം 4 മാസം തുടർച്ചയായി നമ്മൾ സലക്കർമ്മം ചെയ്ത പ്രതിഫലം നേടാൻ അവസരമുള്ള രാത്രി. ഇതിലും വലിയ ഓഫർ ആർക്കാ തരാൻ പറ്റുക? എന്നിട്ട് ആ ഓഫർ ഇട്ടിട്ട് ഏത് ഓഫറിന്റെ പിന്നാലാ പോയത്? സഹോദരങ്ങളെ, അവിടെ ഇരുന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന നിങ്ങൾ ധാരാളമായി ചൊല്ലണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഒരുപാട് നിഅമത്തുകൾ നിന്നോട് ആസ്വദിച്ച്, നിന്റെ അനുഗ്രഹം ആസ്വദിച്ചാണ് ഞാൻ ജീവിച്ചത്. ഒരനുഗ്രഹത്തിന് പോലും നന്ദി കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന നമ്മുടെ പിതാവിന്റെ പ്രാർത്ഥന ആവർത്തിക്കേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. മനുഷ്യ സമൂഹത്തിൽ ഒരു മനുഷ്യനെ പറ്റി അല്ലാഹു ആദ്യമായി ഇന്നഹു കാന അബ്ദൻ ശകൂറ എന്ന് പറഞ്ഞത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമെ പറ്റിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, റബ്ബേ, അറിവില്ലായ്മ കൊണ്ട് എന്റെ മകന് വേണ്ടി ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടിപ്പോയി. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ, ഞാൻ തീരാ നഷ്ടക്കാരിൽ പെട്ടുപോകും. ആ ഒരു പാപം നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ കോടിക്കണക്കിന് പാപം ചെയ്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന. ആദം നബി എന്ത് തെറ്റാ ചെയ്തത്? ഒരു വിലക്കപ്പെട്ട കരി ഭക്ഷിച്ചു, അത് പുറത്തു കൊടുത്ത് ഖുർആൻ പറഞ്ഞില്ലേ? അത് പുറത്തു കൊടുത്ത് ഖുർആൻ പറഞ്ഞില്ലേ? എല്ലാ വേദഗ്രന്ഥത്തിലും പറഞ്ഞില്ലേ? എന്നിട്ടും അതെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ പാപം ചെയ്തതിന് വല്ല കണക്കു ഹിസാബുണ്ടോ സഹോദരന്മാരെ? എന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അവനവന്റെ പാപങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് കരയാനും തിരുത്താനും സാധിച്ചോ എനിക്കും നിങ്ങൾക്കും? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബേ, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ നൽകി. ഈജിപ്തിനെ ധനകാര്യമന്ത്രിയാക്കി, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു. അല്ലാഹുവേ, അതൊക്കെ മരണത്തോടുകൂടി അവസാനിച്ചു പോകും. പക്ഷെ എനിക്ക് വേണ്ടത് തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. ആർക്കെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കുമ്പോഴേ സൈഡിൽ കൂടെ നടക്കണട്ടോ. മൂത്ത കുട്ടിനോട് പറയും ഓന്റെ കൈ പിടിക്കണട്ടോ.
റോഡ് ക്രോസ് ചെയ്യുമ്പോ പോലീസുകാർ പറയുമ്പോഴേ കിടക്കാവൂട്ടോ പറയാറില്ല സഹോദരന്മാരെ. ഇതിന് ബസ് കുടുങ്ങി മരിക്കരുത്, വെള്ളത്തിൽ പോയി മരിക്കരുത്, ഇടിവെട്ടി മരിക്കരുത്. ശരി, ഈമാൻ കിട്ടാതെ മരിക്കുന്നതിനോ ഒരു പേടിയില്ല. അത് ഇതുവരെ ചോദിച്ചിനോ? ചോദിച്ചില്ല. യൂസുഫ് നബി ചോദിച്ചാൽ എന്താ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണം. ഈമാൻ പടച്ചോൻ തരേണ്ടതാ, കലിമ ചൊല്ലാനുള്ള തൗഫീക്ക് പടച്ചോൻ തരേണ്ടതാ. അത് ഓൻ തരുന്ന വേണം, വേറെ ആരും പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ കഴിയൂല. പറഞ്ഞു കൊടുക്കാം, പക്ഷെ പറഞ്ഞു കൊടുത്തോണ്ട് ചെയ്യാൻ പറ്റുന്ന ആരും വിചാരിക്കണ്ട. മനസ്സിലായോ? ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ നീ എന്നെ സ്വാലിഹീൻ. ആരായി പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വാലിഹ് അല്ല, പിന്നെ ആരാ സ്വാലിഹ്? സ്വർഗത്തിലെ വസ്ത്രം ആദ്യമായി ധരിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയാൻ പോവാണ്. രണ്ടാളൊന്ന് തീരുമാനിക്കാൻ പോവാണ്. സ്വർഗവും നരകവും ഏതാ നമുക്ക് എന്നുള്ള തീരുമാനിക്കാൻ വേണ്ടി പോകുന്നു. ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകളും പള്ളിയിലെ ഭജനമിരിക്കലും ഖുർആനോത്തും നമസ്കാരമൊക്കെ വർദ്ധിപ്പിച്ച് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുകയും കഴിഞ്ഞുപോയ ഇബാദത്തിൽ വന്നുപോയ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടുന്ന നിർണായകമായ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ കൊണ്ട് സകല പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട, നരകമോചനം സമ്പാദിച്ച, സ്വർഗപ്രവേശനത്തിന് അർഹത നേടിയ, ഖുർആനും നോമ്പും അനുകൂലമായി സാക്ഷി പറയുന്ന ഏറ്റവും ഉത്തമരായ നോമ്പുകാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും സൂക്ഷിച്ച് മുത്തഖീകളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ ഞായറാഴ്ച മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. കണ്ടു എന്ന് വെക്കുക എങ്കിൽ അന്നത്തെ രാത്രിക്ക് പറയുന്ന പേര് ലൈലത്തുൽ ജസാ, ശമ്പളം കൊടുക്കുന്ന രാത്രി എന്നാണ്. ശമ്പളം കൊടുക്കുന്ന രാത്രി. അവിടെ നമ്മൾ അള്ളാഹിനോട് നമ്മൾക്ക് അള്ളാഹ് കണക്കാക്കിയതിനേക്കാളും കുറച്ച് അധികം പ്രതിഫലം ചോദിച്ചു വാങ്ങണം. ലൈലത്തുൽ ജസാ എന്ന് പണ്ഡിതന്മാർ ആ രാത്രിക്ക് പേരിടാനുള്ള കാരണം നമ്മളെ കാര്യം തീരുമാനിക്കുകയാണല്ലോ. നമ്മളെ കൂലി ഇത്രയെന്ന് കണക്കാക്കുകയാണ്. അപ്പൊ കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നാളെ പെരുന്നാളാണ് എന്ന് രാത്രി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മഹല്ലിൽ ഈദ്ഗാഹ് 7 മണിക്ക് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും നടക്കുക എന്ന് കമ്മിറ്റിക്കാർ അറിയിച്ചിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് ഞാൻ പറഞ്ഞല്ലോ, നോമ്പിൽ വന്ന ന്യൂനത പരിഹരിക്കാനുള്ളതാണ്, പാവങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതാണ്. അത് റമളാന്റെ ഒരാഴ്ച മുമ്പ് കൊടുത്തു എന്ന് കരുതി യാതൊരു അപകടവും ഇവിടെ വരാനില്ല. ഇത് ശേഖരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആൾക്ക് അവർക്ക് അവരുടേതായ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൊടുക്കാത്ത ആൾ ഇന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സംഖ്യയൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ട്, അത് കൊടുക്കണം. പെരുന്നാൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ആഘോഷവും ഒരു ആരാധനാഭാവമുള്ളതാണ്. ഈ ഇസ്ലാമിൽ ആഘോഷവും ആരാധനയാണ്. അള്ളാഹിനെ പറ്റി ഓർക്കാനും തക്ബീർ ചൊല്ലാനും നിസ്കരിക്കാനൊക്കെ ഉള്ള അവസരമായ ആരാധന. അതുകൊണ്ട് ഈദ്ഗാഹിലാണ് നമസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കരിച്ചത് ഈദ്ഗാഹിലാണ്. വളരെ നേരത്തെ പുറപ്പെടുക, കുളിക്കുക, ഉള്ളയിൽ നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധദ്രവ്യം പൂശുക. ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഈദ്ഗാഹിലേക്ക് പോവലാണ് ശ്രേഷ്ഠത. പോകുന്നതൊരു വഴിക്കും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിക്കുമാകുന്നത് സുന്നത്താണ്. അത് സുന്നത്തായിരിക്കാന്നറിയോ? 2 വഴിക്കും പോകുമ്പോൾ ആളുകളോട് സംസാരിച്ച് സലാം പറയുന്നോൽക്ക ഗ്ലാസിന്റെ കാറിന്റെ 2 ഗ്ലാസും പൊക്കിക്കാട്ടെ ഏസിട്ട് പോവാണെങ്കിൽ പോയ വഴിക്ക് തന്നെ തിരിച്ചു പോയാൽ മതി. കാരണം ആരെയും കാണാനൊന്നുമില്ലല്ലോ. മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിനായി 2 വഴി ഇസ്ലാം നിശ്ചയിച്ചത്. ഇത് നല്ല കാറിൽ ഏസിയൊക്കെ ഇട്ട് അതിലെങ്ങനെ പോയി വരുന്നവർ ആ പെട്രോൾ വെറുതെ തീർക്കണ്ട, വന്നേക്ക് തന്നെ തിരിച്ചു പോയാൽ മതി. എന്താ വേണ്ടത്? നടന്നിട്ടാ പോണ്ടത്. നടക്കാൻ ദൂരമുള്ളൂ, നടന്നിട്ടാ പോണ്ടത്. പള്ളിക്ക് നടന്നു പോകാൻ ദൂരമുള്ളൂ, നടന്നിട്ടാ പോണ്ടത്. പള്ളിക്ക് പോയാലുള്ള കൂലി നടക്കുന്നവർക്ക്, വണ്ടി വരുന്നവർക്കല്ല. അടിവരട്ട് മനസ്സിലാക്കണം. അതേ സ്ഥാനത്ത് വളരെ ദൂരെയാണ്, ഓക്കെ വണ്ടി വന്നോളി. നോക്കിയാ കാണുന്ന സ്ഥലത്തേക്ക് വണ്ടി എടുത്തിട്ടാ പോവാ. നടന്നു പോയ കൂലി കിട്ടൂല.
ഒരടിക്കൊരു പാപം പൊറുക്കുക, ഒരു പദവി ഉയർത്തുക, കിട്ടൂല, യാതൊരു സംശയവും വേണ്ട. സ്വഹാബികൾക്ക് വാഹനമല്ലായിരുന്നോ? ഒട്ടകല്ലായിരുന്നോ? കുതിരല്ലായിരുന്നോ? നിങ്ങൾ ആരെ കേട്ടണോ? അബൂബക്കർ സിദ്ദീഖ് ഒട്ടകപ്പുറത്ത് പള്ളിക്ക് വന്ന് കേട്ടണോ? കുതിരപ്പുറത്ത് വന്ന് കേട്ടണോ? ബനൂ സലമ ഗോത്രക്കാർ 8 കിലോമീറ്റർ അപ്പുറത്താ. മദീന പള്ളിയിൽ നിന്ന് 10ഓളം കിലോമീറ്റർ അകലെയാണ് ബനൂ സലമ ഗോത്രം. പള്ളിക്ക് നടന്നു പോയാലുള്ള കൂലി കേട്ടപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, ഈ വീട് വിൽക്കണം. പെണ്ണുങ്ങൾ നടന്നു പോകാൻ കഴിയില്ലല്ലോ, നമുക്ക് മദീന പള്ളി തൊട്ടടുത്ത് വീട് ഉണ്ടാക്കണം, എനിക്ക് ആ കൂലി നഷ്ടപ്പെട്ടുകൂടാ. പെണ്ണുങ്ങൾ എന്നാട്ട് ഒച്ചപ്പടി ഉണ്ടാക്കി, അങ്ങനെ വിൽക്കാൻ തീരുമാനിച്ചു. പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ ഇന്നലെ കുത്തുബ കേട്ട് ഞങ്ങൾ വീട് വിൽക്കുക കേട്ടോ, എന്തേ ഞങ്ങൾ അവിടുന്ന് നടന്നു വരുമ്പോൾ ഇവിടെ ജമാഅത്ത് കഴിഞ്ഞുക. റസൂൽ പറഞ്ഞു, വിൽക്കരുത്, അവിടുന്ന് നടന്നു വരി. തുക്തബു ആസാറുക്കും, നിങ്ങൾ ഓരോ ചവിട്ടടിനും വില എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയില്ല. അരമണിക്കൂർ നേരത്തെ പുറപ്പെട്ടോളി, എന്നാൽ നിങ്ങൾ വീട് വെക്കല്ലേ, അവിടുന്ന് നടന്നു വരി. തക്ബീർ ചൊല്ലണം. മാസം കണ്ടു എന്നറിഞ്ഞ മുതൽ ഈദ്ഗാഹിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നത് വരെ മദീന എരമ്പുന്ന, മദീന അങ്ങനെ ശബ്ദമുഖരിതമാവും. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും. നമ്മളിത് ചെല്ലപ്പെടാന്നറിയോ? ഈദ്ഗാഹ് തേര മൈക്കിന്റെ മുമ്പിലെത്തിയാൽ മുണ്ടുള്ളൂ. സഹോദരന്മാരെ, 1400 പോലും മൈക്കുണ്ടോ? ഇല്ലല്ലോ. മാസപ്പിറവി കണ്ട് പെരുന്നാൾ ഉറപ്പിച്ചു നിൽക്കുക, ഉടനെ തുടങ്ങാത്ത തക്ബീർ. ഏത് വരെ? ചെറിയ പെരുന്നാളിനാണെങ്കിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വരെ. ആണും പെണ്ണും കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും വഴിയിൽ നിന്നും അങ്ങാടിയിൽ നിന്നും അടുക്കളയിൽ നിന്നും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈദ് നമസ്കാരത്തിന് വരിക, വളരെ നേരത്തെ വരിക, മുസല്ലയുമായി വരാൻ പറ്റില്ല അങ്ങനെ വരിക, ഉളൂ എടുത്തിട്ട് വരാൻ പറ്റുന്നില്ല അങ്ങനെ വരിക. അവർക്കാണ് ഹജ്ജ് ചെയ്ത കൂലി. ഒരു വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി നമസ്കാര സ്ഥലത്തേക്ക് നടന്നു പോകുന്നവർക്ക് ഉള്ള പ്രതിഫലം കൽ ഹാജിൽ മുഹരിം, ഇഹ്റാം ചെയ്ത ഹാജിയെ പോലെയാണ്. ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളൊക്കെ വാങ്ങി വെക്കണം. ഈ 2-3 ദിവസം സഹോദരന്മാരെ മറ്റെല്ലാ പണി ഒഴിവാക്കി ഒന്നൊറ്റക്കിരുന്ന് അവനവന്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ച്, നിങ്ങൾക്ക് മനസ്സിലായോ? ഒറ്റക്കൊരു യാത്ര തുടങ്ങാണ്ടിരിക്കും. നിങ്ങൾക്കും ഒരു കുട്ടി ഉണ്ടാവൂല. നമ്മളൊന്നും മരിച്ചാൽ നിങ്ങൾ വിചാരിക്കണ്ട, നമ്മളെ മക്കള് വന്നിട്ട് പടച്ചോനെ ഈ കിടക്കണന്റെ വാപ്പയാണ്, വാപ്പക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ ഒറ്റ മക്കളും വരൂല. അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. അത്ര മോശമാണ് കാലഘട്ടം. നമ്മളെ കാര്യം നമ്മളെ നോക്കണം. കുറ്റം പറയല്ലേ ഞാൻ. വളർന്നു വരുന്ന തലമുറയുടെ രൂപം കാണുമ്പോ ഒരു പ്രതീക്ഷയും കാണാൻ. നമ്മളെ കാര്യം നമ്മളെ നോക്കാനുള്ള സഹോദരന്മാരെ. റമദാൻ കഴിഞ്ഞ അടുത്ത റമദാനില്ല കേട്ടോ, അടുത്ത റമദാൻ നമുക്കില്ല. 8 വയസ്സായ കുട്ടിയാണ് എന്റെ അയൽപ്പക്കത്ത് സ്കൂളിൽ നിന്ന് അറ്റാക്ക് ഉണ്ടായി മരിച്ചത്. 8 വയസ്സായ കുട്ടി. ഇനി 56 വയസ്സായ ഞാൻ ആരെ കാത്തിക്കണത്? നിങ്ങൾ പറയും. 8 വയസ്സായ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ചോർന്ന് പോയി ഇരുന്നത് മരിച്ചാണ്ട, ആശുപത്രി കൊണ്ടുപോയപ്പോ അറ്റാക്കാണത്രേ. ഇനി നിങ്ങൾ പറയും 56 വയസ്സായ ഞാൻ അടുത്ത റമദാൻ കാത്തിക്കണോ? നിൽക്കാൻ വകുപ്പുണ്ടോ? പരിശോധിക്കണം. അതുകൊണ്ട് മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. അതുകൊണ്ട് ഈ റമദാൻ ശരിക്കും ആ ബാക്കിയുള്ള ദിവസം ഉപയോഗപ്പെടുത്തി സ്വർഗപ്രവേശനം നേടാൻ പരിശ്രമിക്കുക. ഈ അവസാന ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന 10,000-കണക്കിന് രോഗികൾക്ക്, 1000 അല്ല 10,000 അല്ല, ലക്ഷക്കണക്കിന് രോഗികൾക്ക് കിടപ്പാടം മുതൽ ഭക്ഷണം മുതൽ മരുന്ന് മുതൽ എല്ലാ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെയർ ഹോം. എല്ലാ വിഭാഗ ആളുകളും നെഞ്ചേറ്റിയ പ്രസ്ഥാനമാണ്. നമ്മളെ പള്ളിയിൽ ഇന്നത്തെ കലക്ഷൻ അവർക്ക് വേണ്ടിയുള്ളതാണ്. 1000-കണക്കിന് രോഗികൾ, കൂടെ കിടക്കുന്നവർക്ക് താമസിക്കാൻ സൗകര്യം, ഭക്ഷണം, മരുന്ന്, മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യം മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിന്റെ കലക്ഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ആ എടുത്തിടുന്ന പൈസയെ 3 കെട്ടി കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വീട്ടിലും ബാങ്കിലും ഉണ്ട് വിചാരിക്കുന്ന പൈസ ഉണ്ടല്ലോ, കിട്ടൂല. നമുക്ക് ഓരോ ഉപകാരത്തിനും വരൂല. ഈ കൊടുക്കണതേ ഉണ്ടാവുള്ളൂ എന്ന ബോധത്തോടെ ഈ റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ച എന്നുള്ളവർക്ക് കെയർ ഹോമിനെ സഹായിക്കുക. അതോടൊപ്പം അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ഈ റമദാൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും അനുകൂലമായി സാക്ഷി പറയുന്ന നല്ല നോമ്പുകാരിൽ, നല്ല ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വന്നുപോയ ന്യൂനതകള്, കുറ്റങ്ങള്, കുറവുകള്, പോരായ്മകള്, ബലഹീനതകള് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നമസ്കാരം നീ സ്വീകരിക്കണേ തമ്പുരാനെ. നോമ്പ് സ്വീകരിക്കണേ തമ്പുരാനെ. സ്വതക്ക സ്വീകരിക്കണേ തമ്പുരാനെ. ഇഅ്തികാഫ് സ്വീകരിക്കണേ തമ്പുരാനെ. അങ്ങനെ എല്ലാം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക്
നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധ ഭവനം നിർമ്മിച്ചു നൽകിയ വ്യക്തി 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അദ്ദേഹത്തിന് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലും വീടുകളിലും ആശുപത്രിയിലും ഉണ്ട്. അവർക്കെല്ലാവർക്കും നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവസാനം മരിക്കുമ്പം ഈമാനോടുകൂടെ തൗബയോടുകൂടെ സ്വർഗത്ത് ഞങ്ങളുടെ സ്ഥാനം നേർക്ക് നേരെ കണ്ട് സന്തോഷത്തോടെ റാഹത്തോടെ പ്രതീക്ഷയോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖബർ ജീവിതം നീ അനുഗ്രഹപൂർണ്ണമാക്കണേ തമ്പുരാനെ. ഖബർ നീ വിശാലമാക്കി തരണേ തമ്പുരാനെ. ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ അറിവും കഴിവും തൗഫീഖും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു തരണേ തമ്പുരാനെ. ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷിക്കണേ തമ്പുരാനെ. ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കണേ തമ്പുരാനെ. ഖബറിന്റെ ഒറ്റപ്പെടുന്ന രക്ഷിക്കണേ തമ്പുരാനെ. പരലോകത്ത് അർശിന്റെ തണൽ നൽകി ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകി ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. വലത് കൈയിൽ കർമ്മരേഖ നൽകി ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ഏറ്റവും എളുപ്പത്തിലുള്ള വിചാരണ തന്ന് ഞങ്ങളെല്ലാം നീ സഹായിക്കണേ തമ്പുരാനെ. ഇടിമിന്നൽ വേഗത്തിൽ സിറാത്ത് കടന്നു പോകുന്നവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. സ്വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഏറ്റവും ലഘുവായ വിചാരണ തന്ന് ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അവർക്ക് നീ ഭക്ഷണം നൽകണേ തമ്പുരാനെ. അവർക്ക് നീ അഭയം നൽകണേ തമ്പുരാനെ. അവർക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. അവർക്കെതിരിൽ കുപ്പുകൂട്ടുന്ന കുതന്ത്രങ്ങളെയെല്ലാം നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ ശുഹദാക്കളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ രോഗികളെ നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.